വൻ ഹൈപ്പിലെത്തിയ ചിത്രമാണ് എമ്പുരാൻ. മോഹൻലാൽ നായകനായി പ്രദർശനത്തിലെത്തിയപ്പോൾ 200 കോടി ക്ലബിലും ഇടം നേടി. ടിക്കറ്റ് വിൽപ്പനയിലും എമ്പുരാൻ റെക്കോർഡിട്ടിരിക്കുകയാണ്. 120 മണിക്കൂറിനുള്ളിൽ 30 ലക്ഷം ടിക്കറ്റുകളാണ് ബുക്ക് മൈ ഷോയിൽ എമ്പുരാൻ്റെതായി വിറ്റത്. മഞ്ഞുമൽ ബോയ്സിനെ വീഴ്ത്തി മോഹൻലാൽ ചിത്രം വിദേശത്ത് ഒന്നാമതെത്തിയിട്ടുണ്ട്. മലയാളത്തിൻ്റെ ഇൻഡസ്ട്രി ഹിറ്റ് സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ്. മഞ്ഞുമൽ ബോയ്സ് ആഗോളതലത്തിൽ 242 കോടി രൂപയോളമാണ് നേടിയത്. ഇപ്പോൾ എമ്പുരാൻ മലയാള സിനിമയുടെ ഇൻഡസ്ട്രി ഹിറ്റായി മാറുമോ എന്നാണ് കണ്ടറിയേണ്ടത്. ചിത്രം ഓപ്പണിംഗ് വീക്കെൻഡിൽ 60 കോടി രൂപയിലധികമാണ് പ്രീ സെയിലായി എഴുതിയിരുന്നത് എന്ന് നേരത്തെ മോഹൻലാൽ തന്നെ വ്യക്തമാക്കിയിരുന്നു. ലൂസിഫറിന്റെ രണ്ടാം ഭാഗമാണ് എമ്പുരാൻ. സംവിധാനം പൃഥ്വിരാജ് സുകുമാരൻ എന്നതാണ് മോഹൻലാൽ ചിത്രത്തിന്റെ പ്രധാന ആകർഷണം. പൃഥ്വിരാജും ചിത്രത്തിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. 2025 ജനുവരി 26-നാണ് ആദ്യ ടീസർ പുറത്തുവിട്ടുകൊണ്ട് പ്രൊമോഷൻ ജോലി ആരംഭിച്ച ചിത്രത്തിന്റെ കഥാപാത്രങ്ങളെ പരിചയപ്പെടുന്ന രീതിയും ആരാധകർക്കിടയിൽ ഏറെ ശ്രദ്ധ നേടിയിരുന്നു. ഓരോ നടീനടന്മാരും തങ്ങളുടെ കഥാപാത്രങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന വീഡിയോകൾ പുറത്തുവിടുന്നത് ഫെബ്രുവരി 9 മുതൽ ആരംഭിച്ച് അത് അവസാനിച്ചത് ഫെബ്രുവരി 26-ന് വന്ന മോഹൻലാലിന്റെ ക്യാരക്ടർ പോസ്റ്റർ വീഡിയോയിലൂടെയാണ്. മോഹൻലാൽ അവതരിപ്പിക്കുന്ന സ്റ്റീഫൻ നെടുമ്പുള്ളി, എബ്രഹാം ഖുറേഷി, പൃഥ്വിരാജ് അവതരിപ്പിക്കുന്ന സയ്യിദ് മസൂദ് എന്നിവരുടെ ക്യാരക്ടറുകൾ പോസ്റ്ററുകളും വീഡിയോകളുമാണ് ഫെബ്രുവരി 26-ന് എത്തിയത്. ഓരോ ദിവസവും 2 കഥാപാത്രങ്ങളെ എന്ന കണക്കിൽ 18 ദിവസം കൊണ്ട് ചിത്രത്തിൽ 36 കഥാപാത്രങ്ങളാണ് പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തിയത്. ടൊവിനോ തോമസും ചിത്രത്തിൽ വളരെ പ്രമുഖമായൊരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നു. ഇത്തരത്തിലുള്ള കൂടുതൽ സിനിമ വാർത്തകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.